പി അൻവറിനെ ചെറുതായി കണ്ടത് ശരിയായില്ല എന്നുള്ളതാണ് CPM-ന്റെ ആദ്യത്തെ വിലയിരുത്തൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്ത CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരോക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. RSS പിന്തുണ പരാമർശത്തിലാണ് ഗോവിന്ദന്റെ പേര് പറയാതെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ മന്ത്രി രാജീവും മുൻ മന്ത്രി എളമരം കരീമും വലിയ തോതിൽ വിമർശിച്ചത്. നിലമ്പൂരിൽ മാത്രമല്ല, പാർട്ടിയെ ഈ കാലങ്ങളോളം ഈ വിവാദം ഇനി വേട്ടയാടുമെന്നും അത് ബാധ്യതയാകുമെന്നാണ് ഇരുവരും വിമർശിച്ചത്. അങ്ങനെ RSS ബന്ധം ഇന്നല്ലെങ്കിൽ നാളെ തീരുന്നൊരു പ്രശ്നമല്ലെന്നും ഗോവിന്ദൻ ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത് ഇനി പാർട്ടി ഉള്ളിടത്തോളം കാലം ആ ബന്ധം ഉണ്ട് എന്നുള്ളത് എല്ലാവരും പറയുമെന്നുള്ള രീതിയിലാണ് MV ഗോവിന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിമർശനമുയർന്നത്. അൻവറിനെ വേണ്ട വിധം ഗൗരവത്തിലെടുക്കാത്തതും പാർട്ടി വോട്ട് ചോർച്ച എന്നിവയിലെ വിലയിരുത്തലുമായി സെക്രട്ടേറിയറ്റിന്റെ യോഗം തുടർന്നു. ഗൗരവമായ പരിശോധന ആവശ്യമുണ്ടെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തുകയുണ്ടായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ തുടങ്ങി വെച്ചത്. പക്ഷെ അദ്ദേഹത്തിന് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നും അതിശക്തമായ വിമർശനം നേരിടേണ്ടി വന്നു. നിലമ്പൂരിൽ പാർട്ടി വോട്ടുകളിൽ വിള്ളൽ ഉണ്ടായിട്ടില്ല എന്നും പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്ത് നിന്ന് വ്യക്തിപരമായി സ്വരാജ് 10,000 വോട്ടെങ്കിലും നേടിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞ് തടിതപ്പാൻ ശ്രമിച്ചു. പക്ഷേ യഥാർത്ഥം ഗോവിന്ദൻ തന്നെയാണ് ഈ പരാജയത്തിന് പിന്നിലുള്ള ഒരു വ്യക്തി എന്നുള്ളത് പാർട്ടി പല നേതാക്കളും വിലയിരുത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് സംസാരിച്ച നേതാക്കളെല്ലാം ഈ വാദത്തെ എതിർക്കുകയാണ് ചെയ്തത്. ഗോവിന്ദന് എതിര് നിന്നു. പാർട്ടിക്ക് 70,000-നടുത്ത് വോട്ടുകൾ നിലമ്പൂരിൽ ഉണ്ടെന്നും ഈ വോട്ടുകൾ ലഭിക്കാത്തത് പാർട്ടി വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടായി എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്നായിരുന്നു ആ ഗോവിന്ദനെ എതിർക്കുന്നവരെല്ലാം പറഞ്ഞ പ്രധാനപ്പെട്ട അഭിപ്രായം. മുഖ്യമന്ത്രിയാണ് അൻവറിനെ ഗൗരവത്തിലെടുത്ത് വിമർശിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞത്. അത് ആ വീഴ്ച പറ്റിയത് മുഖ്യമന്ത്രിക്ക് തന്നെ എന്നുള്ളതും ആ യോഗത്തിൽ വിമർശനങ്ങൾ ഉണ്ടായി എന്നാണ് അറിയുന്നത്. അൻവറിന്റെ ശക്തി മനസ്സിലാക്കുന്നതിൽ പാർട്ടി പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. അൻവറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആർക്കും പ്രചരണം നടത്താനും കഴിഞ്ഞില്ല എന്നുള്ളതും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. അങ്ങനെ അൻവർ ചെറിയ മീനല്ല എന്നുള്ള തരത്തിലേക്ക് മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അൻവറിന് മറുപടി കൊടുക്കാത്തത് പാർട്ടിക്ക് വലിയ തിരിച്ചടി സൃഷ്ടിച്ചുവെന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തലുണ്ടായിരുന്നു. ആ വിലയിരുത്തലും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായി. ADGP അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് ആരോപണം, എടവണ്ണ റിദാൻ ബാസിൽ കൊലക്കേസ്, അങ്ങനെ മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസിനുമെതിരായ വലിയ ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചത്, ഇത് ഉൾപ്പെടെയുള്ള അൻവർ സർക്കാരിനെതിരെ രംഗത്ത് വന്നതെല്ലാം വലിയ തിരിച്ചടിയായി എന്ന് യോഗം വിലയിരുത്തുമ്പോൾ അതിന് മറുപടി നൽകാൻ CPM-ന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എല്ലാവരും വിലയിരുത്തുന്നത്. മണ്ഡലത്തിലുടനീളം അൻവർ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാക്കുകയും എന്നാൽ LDF-ന്റെ ഒരു പ്രചരണ പരിപാടികളിൽ പോലും നേതാക്കൾ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല, അതിന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ വീഴ്ചയായി തന്നെ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിൽ പോലും അൻവറിനെ വേണ്ട വിധം ആക്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വഞ്ചിച്ചത് മൂലം ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് മാത്രമാണ് അൻവറിനെതിരെ അതിൽ പറഞ്ഞിരുന്നത്. അത് ആക്രമണത്തിന്റെ ശക്തി കുറഞ്ഞു എന്നും അൻവറിനെ അങ്ങനെ കണ്ടാൽ പോരായിരുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ അഭിപ്രായം. ഇത് തിരിച്ചടിയായി എന്നാണ് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്. UDF-ന് ലീഡ് ലഭിച്ച നിലമ്പൂർ നഗരസഭയെ കുറിച്ചുള്ള വ്യക്തമായ ചർച്ചയും നടന്നു. UDF-ന് ലീഡ് ലഭിച്ച നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നും CPM-ന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയിരുന്നു. ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയും ചെയ്തു. ചുമതലകൾക്കായി പ്രാദേശികമായി പരിചയമുള്ളവരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഒരു തിരിച്ചടിക്ക് കാരണം എന്നുള്ളതും വിലയിരുത്തപ്പെട്ടു. ഇതിനാൽ അയൽക്കൂട്ടം പോലെയുള്ള കൂട്ടായ്മകളിൽ നിന്നുള്ള വോട്ടുകളും അൻവർ നേടിയതായാണ് CPM-ന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട 2 പേർക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും വേണ്ട രീതിയിൽ പ്രചരണം നയിക്കാൻ കഴിഞ്ഞില്ലെന്നും അതുപോലെ തന്നെ ചില പാളിച്ചകൾ പറ്റിയെന്നുള്ള ഒരു വിലയിരുത്തലാണ് CPM-ന്റെ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിലയിരുത്തലുണ്ടായത്.